മഹാബലവാനും സർവശക്തനും പരമകാരുണ്യവാനുമായ സർവേശ്വരൻ്റെ പരിശുദ്ധാതൃത്വ ഏകദൈവത്തിൻ്റെ മഹത്വമാർന്ന നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവിടുത്തെ കൃപയാലും കരുണയാലും ദൈവദാനമായ ഒരു ദിവസം കൂടെ ദൈവം തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിരുനാമം നമ്മുടെ ജീവിതത്തിൽ ഉയരുവാൻ തക്കവണ്ണം ഞാൻ കുറയണം അവന് വളരണം എന്ന് യോഹന്നാൻ സ്നാപകൻ പറയുന്നു. എന്നാൽ ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ സ്നാപകൻ വരെ ആയിരുന്നു എന്ന തിരുവെഴുത്തിൻ പ്രകാരം അതിനുശേഷം കുറയുകയല്ല, പുതിയ ഒരു നിയമം. അത് എന്താ? പുതിയ നിയമത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ഇനി ഞാനല്ല ക്രിസ്തു അത്രേ നിവസിക്കുന്നത്. അവിടെ കുറവും വലിപ്പമൊക്കെ ഒന്നുമില്ല. നോട്ട് ഐ ബട്ട് ക്രൈസ്റ്റ് ലീവ്സ് ഇൻ മീ. ഞാനല്ല, ഞാൻ മരിച്ചു, എൻ്റെ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനിൽ വസിക്കുന്ന അനുഭവം, അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വെളി എന്ന് പറയുന്നത്. നോട്ട് ഐ ബട്ട് ക്രൈസ്റ്റ്. ഇന്നും അനേകരങ്ങനെ പറയുന്നുണ്ട്, ഇതാണ് ഞാൻ കുറയണം അവന് വളരണം. നല്ല ഇതാണ്. പക്ഷെ അത് ബിഗിനേഴ്സിനെ അറിയാത്തവർക്ക് ആഴത്തിൽ അറിയുമ്പോൾ പുതിയ നിയമത്തിൻ്റെ ടീച്ചിങ്സ് എന്ന് പറയുന്നത് ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ വസിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ കൂടെ അവിടുന്ന് ഉയർത്തപ്പെടുവാൻ, അവിടുത്തെ നാം മഹിമപ്പെടുവാൻ ഇടയാകേണ്ടതിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഈ തിരുവചന പഠനമെല്ലാം ധ്യാനമെല്ലാം നമുക്ക് ഇടയായി തീരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിന് സഹായിക്കട്ടെ. നിശ്ചയമായും ദൈവം തൻ്റെ കൃപയാൽ നമ്മളെ അനുഗ്രഹിക്കും, നമ്മളെ തൻ്റെ ഹിതം ചെയ്യുവാൻ നമ്മളെ പ്രാപ്തരാക്കും. പൗലോസ് പറയുന്ന പോലെ സകലത്തിലും ഞങ്ങൾ പ്രാപ്തരായി. എന്നാൽ ആ പ്രാപ്തി ഞങ്ങളുടെ എന്നല്ല, ദൈവം നൽകിയ പ്രാപ്തിയാണ്, ഞങ്ങളുടെ സ്വന്തം എന്നല്ല. ആ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനം അത്രയാണ്. ദൈവം കേപ്പബിൾ ആക്കി, നമ്മളെ ഏബിളാക്കി, നമ്മളെ അതിന് പ്രാപ്തരാക്കിയെന്ന്. നമ്മൾ പ്രാപ്തരായിട്ടല്ല, ദൈവകൃപ, ദൈവം നമ്മളെ പ്രാപ്തരാക്കുന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ എത്ര ഫീബിളാണെങ്കിലും നമ്മൾ സർവശക്തനിലേക്ക് നോക്കുമ്പോൾ അവന് ഓൾമൈറ്റി അല്ലേ, സർവശക്തനായ ദൈവമല്ലേ. അപ്പോൾ അവിടെ നമ്മളെ ശക്തിപ്പെടുത്തുമെന്ന് പറയുമ്പോൾ നമുക്ക് ലിമിറ്റ്ലെസ് ആണത്. നമ്മൾ ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത് എത്രത്തോളം ആയിരിക്കും. ദൈവകരങ്ങളെ വിട്ടുകൊടുക്കുക, ദൈവ ഇഷ്ടപ്രകാരം. അപ്പോൾ ആ ശിഷ്ടായുസ് ശേഷിക്കുന്ന കാലം മനുഷ്യരുടെ ഇഷ്ടങ്ങൾക്കും മനുഷ്യരുടെ മോഹങ്ങൾക്കും ഒത്തവണ്ണമല്ല, ദൈവ ഇഷ്ടത്തിനായി എന്നെ തന്നെ വിട്ടുകൊടുത്തായിരുന്നു. നിൻ്റെ ഇഷ്ടം എന്നെ നിവർത്തിക്കപ്പെടണമേ, അതിനായി എൻ്റെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. ഞാൻ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അവിടുത്തെ കൃപ കൂടിയിരിക്കണമേ. തിരുസാന്നിധ്യം എന്നെ വഴി നടത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആത്മാർത്ഥമായ പ്രാർത്ഥന ദൈവം ശ്രദ്ധ വെച്ച് കേട്ട് നമുക്ക് ഉത്തരം നൽകുന്നവനാണ്. യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവിനെന്നാൽ നിങ്ങൾ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തുമെന്നുള്ള കർത്താവ്. ആസ്ക് എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ 3 ഉണ്ട്. ആസ്ക്, സീക്ക്, നോക്ക്. ചോദിക്കുക, അന്വേഷിക്കുക, മുട്ടുക. ദൈവത്തോട് ചോദിക്കുക, അവിടുത്തെ അന്വേഷിക്കുക, അവിടുത്തെ ഹിതം അന്വേഷിക്കുക, അവിടുത്തെ കരുണാസമ്പന്ന വാതിൽക്കൽ നമ്മൾ മുട്ടുക. എല്ലാം ഉത്തരം തരുന്ന, സമർത്ഥമായ ഉത്തരം നൽകുന്നു. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപരിയായി അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തി കൊണ്ട് കഴിയുന്ന ദൈവം, നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അസാധ്യങ്ങളെന്ന് പറയുന്ന കാര്യങ്ങൾ സാധ്യമാക്കി തരും. പ്രയാസമെന്ന് പറയുന്ന കാര്യങ്ങൾ പ്രയാസരഹിതമാക്കി മാറ്റും. എല്ലാം ദൈവകൃപ കൂടെ ഇരുന്ന് എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കത്തക്കവണ്ണം ദൈവം നമ്മുടെ ജീവിതങ്ങളെ പ്രകാരമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം 104 സങ്കീർത്തനത്തിലേക്ക് വന്നിരിക്കുകയാണ്. അത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒരു കാവ്യാത്മകമായ ഒരു ആവിഷ്കാരമാണെന്ന് സാധാരണ പറയാറുണ്ട്. കാരണം പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചൊക്കെയാണ് വിവരിക്കുന്നത്. ഗോഡ് ദ ക്രിയേറ്റർ ആൻഡ് പ്രൊവൈഡർ. ദൈവം സൃഷ്ടാവും പരിപാലകനുമാണ് എന്നുള്ളതാണ് ഇതിലെ മുഖ്യമായിട്ടുള്ള ചിന്തയെന്ന് പറയുന്നത്. അവിടെ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യ ഭാഗങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. അതിനോട് തുടർന്ന് നമുക്ക് ദൈവകൃപയിൽ ശരണപ്പെടാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമായിരിക്കുന്നു, ഓരോരുത്തർക്കും ആവശ്യമായിരിക്കുന്നത്. ഈ കേൾക്കുന്നതിൽ കൂടിയും കേട്ടത് തുടർന്ന് ധ്യാനിക്കുന്നതിൽ കൂടിയും തുടർന്ന് വായിക്കുന്നതിൽ കൂടിയൊക്കെ ദൈവം നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എൻ മനമായ വാഴ്ത്തുക, എൻ്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ. മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കുമ്പോൾ നീ പ്രകാശത്തെ ധരിക്കുന്നു.
തിരശ്ശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു. അവൻ തൻ്റെ മാളികകളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു. മേഘങ്ങളെ തൻ്റെ തേരാക്കി കാറ്റിൻ ചെറിയന്മേൽ സഞ്ചരിക്കുന്നു. അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാത്ത വണ്ണം അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. നീ ഇതിനെ വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ട് മൂടി. വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു. അവ നിന്റെ ശാസനയാൽ ഓടിപ്പോയി. നിന്റെ ഇടമുഴക്കത്താൽ അവ ബന്ധപ്പെട്ടു. മലകൾ പൊങ്ങി, താഴ്വരകൾ താണു. നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നുകൂടാത്ത ഒരു അതിരിട്ടു. ഇവിടെ 9-ാമത്തെ വാക്യം വരെ നമ്മൾ വായിച്ചു. ഇവിടെ പറയുകയാണ്, വസ്ത്രം ധരിക്കുമ്പോൾ പ്രകാശം ധരിക്കുന്നു, തിരശ്ശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു. എല്ലാം പ്രവാചക പുസ്തകങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരിതാണ്. മേഘങ്ങളെ തൻ്റെ തേരാക്കി കാറ്റിൻ്റെ ചെറിയമേൽ സഞ്ചരിക്കുന്നു. തുടർന്ന് നമ്മൾ എബ്രായ ലേഖനത്തിൽ നമ്മൾ ചിന്തിച്ച ഈ സങ്കീർത്തനത്തിൽ അതിനു മുമ്പ് നമ്മൾ ചിന്തിച്ച ഒരു വാക്യത്തിൽ കണ്ടു, കാറ്റുകളെ തൻ്റെ, അതായത് 103:20 ചിന്തിച്ചപ്പോഴാണ് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരെ എന്ന വാക്യത്തോട് ചേർത്ത് ചിന്തിച്ചു. അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നുവെന്നും എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം നമ്മൾ ചിന്തിച്ചു. തുടർന്ന് 5-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നത്, അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാത്ത വണ്ണം അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. ഈ സൃഷ്ടിയെക്കുറിച്ചുള്ള വിവരണം റെവലേഷനാണ്, വെളിപ്പെടുത്തി കൊടുത്തപ്പെട്ടതാണ്. മോശയൊക്കെ 40 ദിവസം പർവ്വതത്തിലേക്കായിരുന്നു എന്ന് പറയുന്നല്ലേ. 40 ആണ്. ആദ്യം 40 ദിവസം, പിന്നെ ഇറങ്ങി വന്ന് പിന്നെയും 40 ദിവസം കയറി പോകുന്നുണ്ട്. അപ്പം ഈ സമയങ്ങളിലൊക്കെ ദൈവം റെവലേറ്റ് ചെയ്ത് കൊടുത്തതാണ്. മോശയാണ് എഴുതിയതെന്ന് പറയുന്നത്. അപ്പോൾ മോശയ്ക്ക് ഇതെല്ലാം റെവലേറ്റ് ചെയ്ത് കൊടുത്താണ്. റെവലേഷനാണത്. എല്ലാം വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളാണ്. തുടർന്ന് ഓരോരുത്തരുടെ ജീവിതത്തിലുള്ള ഇത് യോബിൻ്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ ഇതിൻ്റെ ഇത് കാണുന്നുണ്ട്. സൃഷ്ടി വിവരണം മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. മറ്റുള്ള പല കാര്യങ്ങളും തിരുവചനത്തിലുടനീളം ഇങ്ങനെ പകർന്ന് തന്നിരിക്കുന്നു ദൈവം ഓരോ വ്യക്തികൾക്കൂടെ. ഇവിടെ പറയുന്നത് ഭൂമി അതൊരിക്കലും ഇളകിപ്പോകാതാണ് അതിൻ്റെ അടിസ്ഥാനത്തിനെ സ്തോഭിക്കുന്നു. അദ്ദേഹം പറഞ്ഞെന്ന് പറയുന്നത്, ഒരു ഭൂമിക്ക് പുറത്തൊരു സ്പേസ് കിട്ടുമായിരുന്നെങ്കിൽ ഒരു മെഷീൻ വെച്ച് തന്നെ ഭൂമി ഇളക്കുമായിരുന്നു. അങ്ങനെ അവരുടെ ഇതിൽ പറയുന്ന മടയത്തരമായിരിക്കാം. അപ്പോൾ മനുഷ്യൻ വിചാരിച്ച സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ അതുല്യമായ ശക്തി, ദൈവത്തിൻ്റെ അത്ഭുതമായ കരവിരുത് പ്രവൃത്തി, ഇത് മനുഷ്യന് ഗ്രഹിക്കാൻ എങ്ങനെ പറ്റും? കേവലം പുഴുവായൊരു മനുഷ്യൻ. എന്നാൽ അവന് കൊടുത്ത ദൈവിക ജ്ഞാനം, അവൻ പകർന്ന ദൈവത്തിൻ്റെ ജ്ഞാനം, അതാണ് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സദൃശ്യത്തിന് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഈ ഒരു സദൃശ്യം മനുഷ്യനുണ്ട് അല്ലേ. ഇമേജ് ആൻഡ് ലൈക്ക്നെസ് എന്ന് പറയുന്നത് മനുഷ്യനുണ്ട്. ദൈവിക ജ്ഞാനത്തിൻ്റെ ഒരു പകർപ്പ്, ഒരു പകർച്ച എന്ന് പറയുമ്പോൾ ഒരു പകർച്ച, അതിൻ്റെ ഫുൾഫിൽമെൻറ്റിൽ ഉണ്ടായിരുന്നു. അത് ആദം പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടു. ആ ജ്ഞാനം അതിൻ്റെ ഫുൾ ലെങ്ത്തിൽ ഫുള്ളി ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ പാപം മുഖാന്തരം അതിന് മങ്ങലേറ്റു. അതിൻ്റെ ഭൂരിഭാഗവും ഇന്നത് ശാസ്ത്രം പറയുന്നില്ലേ, മനുഷ്യൻ്റെ ബുദ്ധിശക്തിയിൽ 20% പോലും മനുഷ്യൻ ശരിക്കും വിനിയോഗിക്കുന്നില്ല. ഇന്ന് ഏറ്റവും കണ്ടുപിടുത്തം നടത്തിയ ശാസ്ത്രജ്ഞന്മാർ പോലും അവിടെ 20% പോലും വിനിയോഗിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതിനൊക്കെ അപ്പോൾ തടസ്സങ്ങൾ വന്നു, കാരണം പാപം മുഖാന്തരമാണ്. എന്നാൽ ദൈവം ശരിക്കും തൻ്റെ സ്വരൂപത്തിലും സദൃശ്യത സൃഷ്ടിച്ച മനുഷ്യൻ, അവൻ ഏബിളായിരുന്നു, എല്ലാറ്റിനും ശക്തനായിരുന്നു. ഭൂമിയെ സകലത്തെ അടക്കി വാഴുക എന്നാണ് അവനോട് ദൈവം പറഞ്ഞല്ലേ. ആ റെയിൻ, ആ ഒരു അധികാരവും എല്ലാം ആദമിനും ഹവ്വായ്ക്കുണ്ടായിരുന്നു. അത് പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട അധികാരം നമുക്ക് തിരിച്ചു തരാണ് പുത്രൻ വരാൻ വന്നത്. അധികാരമെല്ലാം ശത്രു കൈയാളുകയായിരുന്നു. ശത്രുവാകുന്ന സൈറ്റൻ കൈയാളുമാകുന്ന ഭൂമി ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ വരുത്തി വെച്ച്, എന്നാൽ കർത്താവ് യേശുക്രിസ്തു വന്ന് അവൻ്റെ തലയെ തകർത്ത് അത് പിടിച്ചു വാങ്ങുകയാണ്. പിടിച്ചു വാങ്ങിയിട്ട് കർത്താവ് യേശുക്രിസ്തു പറയുകയാണ്, യേശുവിനെ ആദ്യം പരീക്ഷിക്കുമ്പോൾ പറയുന്നുണ്ട്, സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, വീണ് വണങ്ങിയാൽ ഇതെല്ലാം നിനക്ക് തരാമെന്ന് പിശാച് ഒരിക്കൽ പറയുന്നുണ്ട്. എന്നാൽ അതേ അവസരത്തിൽ ആ ശത്രുവിൻ്റെ തല തകർത്തിട്ട് ക്രൂശിൽ അവന് ജയോത്സവം കൊണ്ടാടി ഉദ്ധിതനായ കർത്താവ് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. ദെയർഫോർ അവർ അയക്കുമ്പോൾ പറയുകയാണ്, അധികാരമെല്ലാം പുത്രൻ തമ്പുരാൻ നമുക്ക് വേണ്ടി മനുഷ്യനെന്ന നിലയിൽ മാനുഷിക പ്രതിനിധി എന്ന നിലയിൽ കർത്താവ് യേശുക്രിസ്തു എല്ലാം വാങ്ങി നമുക്ക് തിരികെ തരിക, പകർന്നു തരിക. ആ അധികാരം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക, ശിഷ്യന്മാരിലേക്ക്. അതാണ് അവർ ചെന്ന സ്ഥലങ്ങളിലെല്ലാം ഇത് ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ നമ്മുടെ അടുക്കൽ വന്നിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നു, ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നു. അപ്പോൾ അവർ ചെന്ന സ്ഥലത്തെല്ലാം ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം നടക്കുകയാണ്. വചനത്തിൻ്റെ ആ വചനത്തെ ദൈവം ഉറപ്പിക്കുകയാണ്. അവരുടെ കയ്യാൽ നടന്ന അത്ഭുതങ്ങൾ അടയാളങ്ങളെല്ലാം
അതേ ദൈവം ഇന്നും ജീവിക്കുന്നു. ദൈവം തൻ്റെ കൃപ നമ്മളിൽ കൂടെ വെളിപ്പെടുത്തട്ടെ, തൻ്റെ ശക്തി നമ്മളിൽ വെളിപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇവിടെ ആ ശക്തി ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു എന്ന് പറയുമ്പോൾ സൃഷ്ടി വിവരണങ്ങളൊക്കെ തിരുവചനത്തിലാണ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒന്നുമില്ലാത്ത മനുഷ്യൻ ഇതിനൊക്കെ അവൻ്റെ ബുദ്ധിയിൽ ഉത്തരം കണ്ടെത്താൻ ചിന്തിക്കുമ്പോഴാണ് പല മൂഢത്വത്തിലേക്ക് മനുഷ്യൻ പോകുന്നത്. അവൻ ആലോചിച്ച് അവൻ്റെ ചിന്ത, അവൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകത്തിലേക്ക് പോയി. ഇയ്യോബിൻ്റെ പുസ്തകമാണ് ആദ്യം എഴുതപ്പെട്ട പുരാതനമായ പുസ്തകമെന്ന് പറയപ്പെടുന്നു. ഇയ്യോബിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 38-ാമത്തെ അധ്യായത്തിൽ ഇയ്യോബിനോട് ദൈവം ഉത്തരം പറയുക. ഇയ്യോബ് കുറേ ചോദ്യങ്ങളൊക്കെ നിരത്തുന്നുണ്ട്. അത് ഇയ്യോബ് തന്നെ പറയുന്നുണ്ട്. മറ്റൊരു അതിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ ഇയ്യോബ് തന്നെ പറയുന്നുണ്ട്. അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞെന്നാൽ ഇയ്യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതങ്ങനെ തന്നെയെന്ന് എനിക്കും അറിയാം നിശ്ചയം. ദൈവസന്നിധിയിൽ മർത്യൻ നീതിമാനാകുന്നത് എങ്ങനെ? അവനവനോട് വ്യവഹരിക്കുവാൻ ഇഷ്ടം തോന്നിയാൽ 1000-ൽ 1 ഉത്തരം പറയുവാൻ കഴിയുകയില്ല. അവൻ ജ്ഞാനീ മഹാശക്തനുമാകുന്നു. അപ്പോൾ ഇയ്യോബ് തന്നെ പറയുന്നുണ്ട്, 1000 ചോദ്യം ചോദിച്ചു ഒരെണ്ണത്തിന് പോലും ഉത്തരം പറയാൻ കഴിയാത്തവണ്ണം ആണ് മനുഷ്യൻ്റെ എന്ന് പറയുന്നത്. ദൈവം സർവശക്തനല്ലേ, സർവജ്ഞാനിയല്ലേ. അതേ ഇയ്യോബിനോട് ദൈവം ചോദിക്കുകയാണ് 38-ാമത്തെ അധ്യായം 38 മുതൽ ദൈവം ഇയ്യോബിനോട് സംസാരിക്കുകയാണ്. അത്രയും അധ്യായങ്ങൾ ഇയ്യോബ് സംസാരിച്ചു. എലീഫാസ് സ്നേഹിതന്മാരെല്ലാം സംസാരിക്കുകയാണ്. എന്നിട്ട് 38-ാം അധ്യായത്തിലാണ് ഇയ്യോബിനോട് ദൈവം അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരം അറിയുന്നാൽ അറിവില്ലാത്ത വാക്കുകളാൽ ആലോചന ഇരുളാക്കുന്നവന് ആര്? നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക. ഞാൻ നിന്നോട് ചോദിക്കുവനോട് ഉത്തരം പറയുക. എന്നിട്ട് ചോദിക്കുക, എന്താണ് 1-ാമത്തെ ചോദ്യം? ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിന്നേക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കുക. അതിൻ്റെ അളവ് നിയമിച്ചവൻ ആര്? നീ അറിയുന്നുവോ? അല്ല അതിന് അളവ് നൂൽ പിടിച്ചവൻ ആര്? ഇതിങ്ങനെ ചോദിക്കുക. 7-ാമത്തെ വാക്ക്, അതിൻ്റെ അടിസ്ഥാനം ഏതിനുമേൽ ഉറപ്പിച്ചു? അല്ല അതിൻ്റെ മൂലക്കല്ലിട്ടവൻ ആര്? ഇതൊക്കെ വായു പൊത്തി എന്ന് പറയുന്ന അവസാനം അല്ലേ, ഞാൻ വായു പൊത്തിക്കൊള്ളാൻ ദൈവമേ, അറിവില്ലാതെ ഞാൻ പറഞ്ഞു പോയി കാര്യങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നത് യോബ് അതിരം മൂടുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാം ദൈവത്തിൻ്റെ ഉത്തരം എല്ലാം ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. ഇതേ യോബിൻ്റെ പുസ്തകത്തിൽ തന്നെ 26-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു 26-7 ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. ഒന്നുമില്ലായ്മയിലാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ. ഒന്നുമില്ലായ്മ ശൂന്യത്തിന്മേൽ നിർത്തിയിരിക്കുന്ന പറയുന്നത്. അതിന് മനുഷ്യൻ്റെ അച്ചുനട്ടൊക്കെ കൊടുത്തിരിക്കുക. നമ്മൾ ഗ്ലോബൊക്കെ കൂടി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ അങ്ങനെ ഒരു അച്ചുതണ്ട് നിൽക്കുകയാണ്. അത് മാനുഷികമായ ഒരു സാങ്കല്പികമായ ഇതാണത്. അങ്ങനെ ഒരു അച്ചുതണ്ടൊന്നും വിഷ്വലായിട്ട് അങ്ങനെ ഒരു അച്ചുതണ്ടൊന്നും ഇല്ല. ആ പവർ അതങ്ങനെ, അത് മനുഷ്യൻ്റെ വ്യാഖ്യാനത്തിൽ മനുഷ്യനങ്ങനെ വ്യാഖ്യാനിച്ച് വെച്ചിരിക്കുന്നു അല്ലേ. അത് ഭയങ്കര അത്ഭുതമാണ്. അതെങ്ങനെ റൊട്ടേറ്റ് നേരെയല്ല, അത് അച്ചുതണ്ട് നേരെയല്ല അല്ലേ. അതൊരു കർവ് ഇങ്ങനെ ഒരു ഇച്ചിരി ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എന്നിട്ട് ഈ 37-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തനത്തിൽ യോബിൻ്റെ പുസ്തകത്തിൽ തന്നെ 17-ാമത്തെ വാക്യത്തിൽ തെന്നിക്കാറ്റുകൊണ്ട് ഭൂമി അനങ്ങാതിരിക്കുമോ, നിൻ്റെ വസ്ത്രത്തിന് ചൂടുണ്ടാകുന്നത് എങ്ങനെ? അതായത് കാറ്റില്ലെങ്കിൽ വസ്ത്രം ഉണങ്ങുമോ? അപ്പോൾ തെന്നിക്കാറ്റുകൊണ്ട് ഭൂമി അനങ്ങാതിരിക്കുമ്പോൾ നിൻ്റെ വസ്ത്രത്തിന് ചൂടുണ്ടാക്കുന്നത് എങ്ങനെ? അപ്പോൾ ഈ ചൂടുണ്ട് എല്ലാ കാറ്റുകളെയൊക്കെ നിയന്ത്രിക്കുന്നത് ദൈവം. 4 കാറ്റുകളല്ലേ 4 ഭാഗത്തു നിന്ന് അടിച്ചേർന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആ കാറ്റുകളെ നിയന്ത്രിതാവും, കാറ്റുകളെ തന്നെ ദൂതന്മാരാക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ 9-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ദക്ഷിണ മണ്ഡലത്തിൽ നിന്ന് കൊടുങ്കാറ്റും ഉത്തരദിക്കിൽ നിന്ന് കുളിരും വരുന്നു എന്ന് പറയുകയാണ്. എല്ലാം അവിടെയൊക്കെ വായിക്കുമ്പോൾ എല്ലാം ഓരോന്നിനും എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടുകയാണ്. ബൈബിൾ എത്ര മനോഹരമായതാണ്. അതുകൊണ്ട് തിരുവചനം ധ്യാനിക്കാനും പഠിക്കാനും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് പലതിനും നമുക്ക് ഉത്തരം കിട്ടുകയാണ്. നമ്മൾ ജ്ഞാനികളായി മാറുകയാണ്. ആ ജ്ഞാനം ദൈവിക ജ്ഞാനമാണ്. ആ ജ്ഞാനത്തെ നമ്മൾ റിവീൽ ചെയ്യണം. നമ്മളുടെ ഉള്ളിലുള്ള ജ്ഞാനത്തെ ദൈവം അതിൻ്റെ അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. സ്തോത്രം നാഥ, സ്തോത്രം നാഥ, സ്തോത്രം നിനക്കൻ യേശുദേവാ, അനുദിനവും തരുന്നടിയാൻ അത്യാദരവായി. സ്തോത്രം നാഥ, സ്തോത്രം നാഥ, സ്തോത്രം നിനക്കൻ യേശുദേവാ, അനുദിനവും തരുന്നടിയാൻ അത്യാദരവായി. അനുദിനവും
തരും നടിയാർ അത്യാദരവായി